ജനം ടിവിക്കെതിരെ വിദ്വേഷ പ്രചരണം. ജനം ടിവിക്കെതിരെ പ്രാർത്ഥനാ സംഘവുമായി ജെഎംസി കമ്മ്യൂണിറ്റി. ബിനു വാഴമുട്ടത്തിനും ഓമല്ലൂർ ഏലൂർ ചർച്ചിനുമെതിരെ വാർത്ത നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനാ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ചോട്ടെ, അവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില ആരോപണങ്ങൾ ഈ ബിനു വാഴമുട്ടത്തിനെതിരെയും അതല്ലെങ്കിൽ എലോഹിം വർഷിപ്പ് സെന്ററിനെതിരെയൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയില്ലാതെ മറിച്ചൊരു പ്രതിഷേധം പ്രാർത്ഥനാ സംഗമം നടത്തുകയാണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത്? ഒപ്പം നമുക്കെതിരെ നിരന്തരമായി ഇത്തരത്തിൽ വലിയ രീതിയിൽ വിദ്വേഷ പ്രചരണം നടത്തുകയാണ് ഈ ബിനു വാഴമുട്ടത്തിന്റെ അനുയായികൾ. പക്ഷേ നമ്മൾ ഇനിയും ഈ വാർത്തയിൽ നടപടി ഉണ്ടാകും വരെ സംപ്രേഷണം തുടരുമല്ലേ? തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെയാണ്. ഒരു വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് ഈ ബിനു വാഴമുട്ടത്തിന് വേണ്ടിയും ഓമല്ലൂർ എലോഹിം ചർച്ചിന് വേണ്ടിയിട്ടും ഈ സംഘടന, അതായത് ജെഎംസി കമ്മ്യൂണിറ്റി ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രാർത്ഥനാ സംഗമം നടത്തുന്നത്. എന്തായാലും സത്യം തുറന്നു പറഞ്ഞതിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം. അതിന് പിന്നാലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ സംഗമങ്ങൾ വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി ജനം ടിവിക്കെതിരെ ഇവർ നടത്തുന്നത് എന്നുള്ളതാണ്. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ബിനു വാഴമുട്ടം നടത്തിയിട്ടുള്ള പ്രവർത്തികൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കമാണ് ജനം ടിവി ഓരോ ദിവസവും വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്തകൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ ബിനു വാഴമുട്ടം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാനോ ഒന്നും തന്നെ ഇതുവരെയും ഈ ജെഎംസി കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പാസ്റ്റർമാരോ അവരാരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ജനം ടിവി നിരന്തരം ബിനു വാഴമുട്ടത്തിനും ഒപ്പം തന്നെ ഈ പറയുന്ന എലോഹിം ചർച്ചും ഓമല്ലൂർ എലോഹിം ചർച്ചിനെതിരെയും വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളുമായി ബന്ധപ്പെട്ട് അതിനെ നിയമപരമായി നേരിടാൻ, അതായത് സ്വന്തം ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കി നിയമപരമായി നേരിടാൻ പോലും തയ്യാറാകാത്ത ഇവരാണ് ഇത്തരത്തിൽ പ്രാർത്ഥനാ സംഗമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യം. എന്തായാലും തിരുവനന്തപുരം അടക്കം സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഈ പരിപാടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവർ നല്ലവരാണ് എന്ന് സമൂഹത്തെ കാണിക്കാൻ വേണ്ടിയും ജനം ടിവിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ജനം എത്തരത്തിൽ വിലയിരുത്തും എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മറ്റ് സംഘടനകളുടെ ഒന്നും പിന്തുണ ഇക്കാര്യത്തിലില്ല. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെയും ആരുടെയും പിന്തുണ ഇല്ലാതെയാണ് ഈ ജെഎംസി കമ്മ്യൂണിറ്റിയുടെ പേരിൽ പാലിയോട് വെച്ചിന് തിരുവനന്തപുരം ജില്ലാ പ്രതിഷേധ പ്രാർത്ഥനാ സംഗമം നടത്തുന്നത്. എന്തായാലും നിയമ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ വസ്തുതാപരമായിട്ടുള്ള വാർത്തകളുമായി ജനം ടിവി വാഴമുട്ടത്തിന് എതിരെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അതിനെതിരെയാണ് ഇപ്പോൾ ജനം ടിവിയെ തകർക്കാൻ ജനം ടിവി കാണിക്കുന്നത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ബോധപൂർവമായ ശ്രമം ഈ സംഗമത്തിന് പിന്നാലെ നടത്തുന്നത്. അശ്വതി, എന്തായാലും ശാലിനി, ഇവർ ഇപ്പോൾ പ്രാർത്ഥനാ സംഗമങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ പോലും ബിനു വാഴമുട്ടത്തിന് വലിയൊരു ഗുണ്ടാപ്പടയുടെ തന്നെ പിന്തുണയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് BJP വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇതൊക്കെ അവസാനിപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതെ ഇടം വലം ആളുണ്ട്, എന്ത് ചെയ്യാനും ആളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനാ സംഗമം അത് അങ്ങനെ കണ്ടാൽ മതിയോ? എന്താണ് ഇവരുടെ ഒരു ഉദ്ദേശം ശാലിനി? രാഖി, തീർച്ചയായും അവരുടെ ഒരു കയ്യൂക്ക് തെളിയിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി പ്രകടനമായി മാത്രം നമുക്കിതിനെ കണ്ടാൽ മതി. പക്ഷെ അത് ശക്തിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. എന്തായാലും മുൻപ് ഒരു കൊലവിളിക്ക് സമാനമായ രീതിയിൽ ജനം ടിവിയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ചില പ്രതികരണങ്ങളുണ്ട്. കാരണം മുമ്പത്തെ ഞങ്ങളായിരുന്നു എങ്കിൽ ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വാഴമുട്ടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ പരാമർശങ്ങൾ കാണിക്കാനും ഒപ്പം തന്നെ ഞങ്ങൾ പേടിച്ചിട്ടില്ല എന്ന് കാണിക്കാനും വരുത്തി തീർക്കുന്ന ഒരു പരിപാടിയായി മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അതിനപ്പുറത്തേക്ക് ഈ പരിപാടി വലിയ പ്രകമ്പനം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകുമെന്നോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി മാധ്യമപ്രവർത്തകരെ പൊതുനിരത്തിൽ ഇവർ കയ്യേറ്റം ചെയ്യുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിലും അതിനെ നമ്മൾ നിയമപരമായി തന്നെ നേരിടും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഓരോ ദിവസവും ബ്രേക്കിംഗ് വാർത്തകളായിട്ടാണ് ഈ ബിനു വാഴമുട്ടം നടത്തിയിട്ടുള്ള പ്രവർത്തികൾ ഓരോന്നായി നമ്മൾ ജനം ടിവി പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ കലിപൂണ്ടാണ് ഇത്തരത്തിൽ ജനം ടിവിക്കെതിരെ ഒരു വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി
ഇത്തരത്തിൽ പാസ്റ്റർമാരെയും ജെയ്മസ്റ്റി കമ്മ്യൂണിറ്റിയുടെ ആളുകളെയും ഒക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടൊരു സംഗമം നടത്തുന്നത്. എന്തായാലും ആ സംഗമം പാളും എന്നുള്ളതിൽ സംശയമില്ല. കാരണം സംഗമത്തിന് അപ്പുറത്തുള്ള ചില നിർണായക രേഖകളും വിവരങ്ങളും ഒക്കെയാണ് ജനം TV പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും നിയമപരമായി നേരിടേണ്ട അടുത്താണ് ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ട് ചാനലിനെതിരെ ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത്. അതെന്തായാലും ഇന്ന് 3 മണി മുതൽ 5 മണി വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ജനം TV നിർണായകമായിട്ടുള്ള രേഖകളും വിവരങ്ങളും ഒക്കെ ബിനുവിനെതിരെ പുറത്തുവിടും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും പേടിച്ചോടുന്നവരല്ല ജനം TV എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് ജെയ്മസ്റ്റി കമ്മ്യൂണിറ്റിയോടും ഒപ്പം തന്നെ ബിനു വാഴമുട്ടത്തോടും ഏലോഹിയും ചർച്ചിനോടും പറയാനുള്ളത്, അതിന്റെ ഭാരവാഹികളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. ശരി ശാലിനി, എന്തായാലും ബിനു വാഴമുട്ടത്തോട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഞങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല, അല്ലേ? അതെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. നിങ്ങൾക്ക് അതിൽ മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ബിനു വാഴമുട്ടം അതിന് മറുപടി നൽകൂ. അല്ലാതെ ഈ വിശ്വാസികളെ കൂടി ഇത്തരത്തിൽ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ട് പ്രാർത്ഥനാ സംഗമത്തിലെ നിങ്ങളെ യഥാർത്ഥ അജണ്ട ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനാ സംഗമം എന്ന രീതിയിൽ പ്രതിഷേധം നടത്തുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് തെളിയിക്കൂ. എന്തുകൊണ്ടാണ് ഇത്രയധികം വലിയ രീതിയിൽ തെളിവുകൾ ഉണ്ടായിട്ടും നിങ്ങൾക്കെതിരെ പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കാത്തത്? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ശബ്ദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാർത്തകൾ ഞങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യണം. എന്നാലും ബിനു വാഴമുട്ടം കരുതിയിരിക്കണം. കാരണം ഇനിയും നിങ്ങൾക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടരുകയാണ്. എന്തായാലും ഗുണ്ടായിസം ഒക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി.